നമസ്കാരം. പഠനത്തിലടക്കം മിടുക്കിയായ യുവതി ഒടുവിൽ ആരുടെയോ പ്രേരണയിൽ അതീന്ദ്രിയ വഴികളിൽ പോയി തിരികെ എത്തിയത് ചേതനയറ്റ ദേഹമായി. അരുണാചലിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ആര്യയുടെ മൃതദേഹം ഇന്നലെ വൈകുന്നേരമാണ് സംസ്കരിച്ചത്. നിറകണ്ണുകളോടെയാണ് മകളെ മാതാപിതാക്കൾ യാത്രയാക്കിയത്. ദുരൂഹതകൾ ബാക്കിയാക്കിയുള്ള മരണത്തിൽ ആര്യ ഇരയാക്കപ്പെട്ടു എന്നാണ് പൊതുവിൽ എല്ലാവരും വിലയിരുത്തുന്നത്. നവീന്റെയും ദേവിയുടെയും സ്വാധീന വലയത്തിൽ പെട്ടതാണ് അവർക്ക് ജീവിതം നഷ്ടമായതെന്നാണ് കണക്കാക്കുന്നത്. ഇന്നലെ മകളുടെ ചേതനയറ്റ ശരീരം കണ്ടതോടെ ബാലാംബിക പൊട്ടിക്കരയുകയായിരുന്നു. അണിഞ്ഞൊരുങ്ങി വീട്ടിൽ നിൽക്കേണ്ട കല്യാണ പെണ്ണ് മരവിച്ച ശരീരമായി കൺമുന്നിൽ കിടന്നപ്പോൾ പലരും നിയന്ത്രണം വിട്ടു പൊട്ടിക്കരഞ്ഞു. വിവാഹത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി വസ്ത്രങ്ങളടക്കം വാങ്ങിയിരുന്നു. സങ്കടം ഉള്ളിലൊതുക്കാൻ ശ്രമിച്ചെങ്കിലും അച്ഛൻ അനിൽകുമാറിനും ദുഃഖം താങ്ങാനായില്ല. ഉച്ചയ്ക്ക് 12:30 വിമാനത്താവളത്തിലെത്തിയ മൃതദേഹം എംബാം നടപടികൾ പൂർത്തിയാക്കി 2:30 വട്ടിയൂർക്കാവ് മേലത്തുമേലയിലെ വീട്ടിലെത്തിച്ചത്. ആര്യയുടെ മുടി മുറിച്ചിരുന്നു എന്നത് മൃതദേഹത്തിൽ നിന്നും വ്യക്തമാണ്. മുഖത്തും ബ്ലേഡ് കൊണ്ട് കീറിയ പാടുകൾ ഉണ്ടായിരുന്നു. 1 മണിക്കൂറോളം വീടിന്റെ മുറ്റത്ത് പൊതുദർശനത്തിന് വെച്ച ശേഷം വൈകുന്നേരം 4:30 ശാന്തി കവാടത്തിൽ സംസ്കാര ചടങ്ങുകൾ നടത്തി. ആര്യയുടെ അച്ഛന്റെ സഹോദരന്റെ മകൾ ശ്രീകുട്ടിയാണ് അന്ത്യകർമ്മങ്ങൾ ചെയ്തത്. ദേവിയെ വിവാഹത്തിന് ഉടുത്ത നീല സാരി ഉടുപ്പിച്ചാണ് വീട്ടുകാർ യാത്രയാക്കിയത്. മാധ്യമങ്ങളെ വീട്ടിലേക്ക് പ്രവേശിപ്പിച്ചില്ല. അരുണാചൽ പ്രദേശിൽ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ നവീൻ ദേവി ദമ്പതികളുടെയും സുഹൃത്തായ ആര്യയുടെയും മൃതദേഹങ്ങൾ ഉച്ചയ്ക്ക് 12:20 മൃതദേഹങ്ങൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചത്. തുടർന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി എംബാം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ആര്യയുടെയും ദേവിയുടെയും മൃതദേഹം തിരുവനന്തപുരത്തെ വീടുകളിൽ എത്തിച്ചു. നവീന്റെ മൃതദേഹം കോട്ടയത്തെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇന്നാണ് നവീന്റെ മൃതദേഹം സംസ്കരിക്കുക. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.